നമസ്കാരം. സാമ്പത്തിക ഞെരുക്കമെന്ന് പറഞ്ഞ് സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ മരവിപ്പിക്കുന്നുണ്ട്. ക്ഷേമ പെൻഷനുകൾ മുടക്കുന്നുണ്ട്. ഇവയൊക്കെ മുടക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങളും പദ്ധതികളുമൊക്കെ അവതാളത്തിലാവുകയും ചെയ്യുമ്പോഴും ശമ്പളം കുറവാണ് എന്ന പരാതിയുമായിട്ടിതാ രംഗത്തെത്തിയിരിക്കുന്നത് മന്ത്രിമാരാണ്. സംസ്ഥാനം ഏതവസ്ഥയിലായാലും തങ്ങളുടെ ശമ്പളം കൂടി വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്നും കൂടെ ജോലി ചെയ്യുന്ന പേഴ്സണൽ സ്റ്റാഫുകളുടെ ശമ്പളം എന്ന് പറയപ്പെടുന്നത് മന്ത്രിമാരെക്കാൾ കൂടുതലാണ് എന്നും അത് തിരുത്തേണ്ടതുണ്ട് എന്നുമാണ് പറയപ്പെടുന്നത്. സെക്രട്ടേറിയറ്റിന് പുറത്തിറങ്ങിയാൽ ശമ്പളം എത്രയുണ്ട് എന്ന് ചോദിക്കുന്നവരോട് എന്തു പറയുമെന്നാണ് മന്ത്രിമാരുടെ ഇപ്പോഴത്തെ വിഷമം എന്നാണ് അറിയുന്നത്. ഏതെങ്കിലും ഒരു മന്ത്രിയുടെ പരാതിയല്ല ഇത് എന്ന് പറയട്ടെ, എല്ലാ മന്ത്രിമാർക്കുമുണ്ട് ഈ പരാതി എന്നുള്ളതാണ്. വിലക്കയറ്റവും ജീവിത ചിലവുകളും വർദ്ധിച്ച സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ശമ്പളം കൂട്ടി നൽകേണ്ടത് സർക്കാരിൻ്റെ കടമയാണല്ലോ, അത് ചെയ്യേണ്ടതല്ലേ. അപ്പോൾ മന്ത്രിമാരുടെ ശമ്പളമല്ലേ ആദ്യം കൂട്ടേണ്ടത്? ഖജനാവിൽ പൂച്ചപിറ്റ് കിടക്കുന്നു എന്ന് പറഞ്ഞ് ഒരു വശത്ത് അത് പറയുകയും മറുവശത്ത് സ്വന്തം കാര്യം സുഭിക്ഷമായി നോക്കുകയും ചെയ്യുന്നവരാണ് സർക്കാരിനെ നയിക്കുന്നത് എന്ന ആക്ഷേപം നിലനിൽക്കുമ്പോഴാണ് മന്ത്രിമാരുടെ ഈ ആവശ്യം കൂടി മുന്നോട്ട് വരുന്നത്. തങ്ങളുടെ പേഴ്സണൽ സ്റ്റാഫിനേക്കാൾ ശമ്പളം കുറവായതിനാൽ തന്നെ ശമ്പളം ഉയർത്തണമെന്ന ന്യായമായ ആവശ്യം പരിഗണിക്കണമെന്നാണ് മന്ത്രിമാർ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 97,429 രൂപയാണ് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നിലവിലത്തെ ശമ്പളം. പേഴ്സണൽ സ്റ്റാഫിലുള്ള അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി, സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി എന്നിവർക്ക് 1 ലക്ഷത്തിന് മുകളിലാണ് ശമ്പളം എന്ന് പറയപ്പെടുന്നത്. 1,30,000 രൂപയാണ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ശമ്പളം. 1,45,000 രൂപയാണ് സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെയും ഒപ്പം തന്നെ പ്രൈവറ്റ് സെക്രട്ടറിയുടെയും ശമ്പളം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഏത് മന്ത്രിക്കും നാണം തോന്നാം, സ്വാഭാവികം. മന്ത്രിമാരുടെ ആവശ്യത്തിൽ കഴമ്പുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ശമ്പള കണക്കുകൾ എന്നുകൂടി പറയട്ടെ. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിൻ്റെ ശമ്പളം 3.5 ലക്ഷം രൂപയാണ്. 2.5 ലക്ഷം രൂപ പെൻഷനും ലഭിക്കുന്നുണ്ട്. അങ്ങനെ 6 ലക്ഷം രൂപയാണ് ഒരു മാസം എബ്രഹാമിന് വേണ്ടി ചിലവഴിക്കുന്നത് എന്നുള്ളതാണ്. ശമ്പളം ഉയർത്തണമെന്ന മന്ത്രിമാരുടെ ആവശ്യം ഈ വരുന്ന ജൂണിൽ നടക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ നിയമസഭയിൽ പാസാക്കിയെടുക്കുവാനുള്ള ഒരു നീക്കമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജൂൺ മാസം നടക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ ശമ്പള വർധന ബിൽ അവതരിപ്പിക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള നിയമസഭാ സമ്മേളനത്തിൽ ഈ ശമ്പള വർധന ബില്ല് അവതരിപ്പിക്കുവാനൊരു നീക്കം അന്നുണ്ടായിരുന്നുവെങ്കിലും അത് മറ്റ് അനാവശ്യ ചർച്ചകൾ വഴിവെക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് നീട്ടുവെക്കുകയായിരുന്നു. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞല്ലോ. അതുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് ശമ്പള വർധന നടപ്പിലാക്കിയാൽ അത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്നുള്ളൊരു ഭയമായിരുന്നു ഇതിങ്ങനെ നീട്ടിവെക്കാൻ കാരണമായത് എന്നാണ് പറയപ്പെടുന്നത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ആ പ്രതിസന്ധി നീങ്ങുകയാണ്. ഇനി ഈ സാമ്പത്തിക വർഷം ഇനി തിരഞ്ഞെടുപ്പ് എന്ന് പറയപ്പെടുന്ന ഒരു സംഭവമേ ഇല്ല. അതുകൊണ്ട് ശമ്പളം വർദ്ധിപ്പിക്കാം. കാരണം ശമ്പള വർധന നടപ്പിലാക്കാൻ പറ്റിയ മികച്ച സമയം ഇതാണ് എന്ന് തന്നെയാണ് ഡോക്ടർ KM എബ്രഹാം ഇപ്പോൾ സർക്കാരിന് നൽകിയിരിക്കുന്ന വിദഗ്ധോപദേശം. 2018 മുഖ്യമന്ത്രിയുടെയും MLA-മാരുടെയും ശമ്പളം അവസാനമായി വർദ്ധിപ്പിച്ചത്. 2018. ഇപ്പോൾ 6 വർഷം കഴിഞ്ഞിരിക്കുന്നു. 55,012 രൂപയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ശമ്പളം 97,429 രൂപയായി ഉയർത്തുകയായിരുന്നു. 39,500 രൂപയിൽ നിന്ന് 70,000 രൂപയായി MLA-മാരുടെ ശമ്പളം ഉയർന്നു. 2022 ജൂലൈ 27 ജസ്റ്റിസ് രാമചന്ദ്രൻ നായരെ പുതിയ ശമ്പള വർധന കമ്മീഷനായി നിയമിച്ചത് പോലും. 2023 ജനുവരിയിൽ കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചുവെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രതിസന്ധി കാലമായിരുന്നല്ലോ അത്. ആ പ്രതിസന്ധി കാലത്ത് ശമ്പളം നിർത്തിയാൽ വിമർശനമുയരുമെന്നതുകൊണ്ട് തന്നെ ആ പദ്ധതി നീട്ടിവെക്കുകയായിരുന്നു. അലവൻസുകളും ആനുകൂല്യങ്ങളും 50% വർദ്ധിപ്പിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പറയുന്നതല്ല വരാൻ പോകുന്നത്. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ശമ്പളവും അലവൻസും 1.5 ലക്ഷമായും MLA-മാരുടേത് 1,20,000 രൂപയായിട്ടും ഉയരും. കർണാടകയിൽ 2,05,000 രൂപയും മഹാരാഷ്ട്രയിൽ 2,32,000 രൂപയാണ് MLA-മാരുടെ ശമ്പളം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തീരെ കുറവാണ്. ഏറ്റവും കുറവ് ശമ്പളം ലഭിക്കുന്നത് ത്രിപുരയിലാണ്. അത് 34,000 രൂപയാണ്. ത്രിപുരയിലെ MLA-മാരുടെ ശമ്പളം എന്ന് പറയപ്പെടുന്നത് വളരെ കുറവാണ്. ഈ മന്ത്രിമാരും ജനപ്രതിനിധികളുമെല്ലാം ശമ്പളവും വർദ്ധിപ്പിച്ച് സുഖമായി ജീവിക്കണമെന്ന് തന്നെയാണ് നമ്മളായിട്ടുള്ള ജനങ്ങളും ആഗ്രഹിക്കുന്നത് എന്ന് പറയട്ടെ. പക്ഷേ അതിന് സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി എന്താണ് എന്ന് മനസ്സിലാക്കി വേണം
ഈ ശമ്പള വർധനയൊക്കെ നടപ്പാക്കാൻ നമുക്ക് ആരോടും അതിൽ പരിഭവമില്ല. സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നൽകാതിരിക്കുന്നതിന് സർക്കാർ പറയുന്ന ന്യായം എന്താണ്? ക്ഷേമ പെൻഷൻ 6 ഗഡു മുടങ്ങിയതിന് കാരണം പറഞ്ഞത് എന്താണ്? ഇതൊക്കെ ഉത്തരം പറയണം. അങ്ങനെ നിരന്തരം ജനങ്ങൾക്ക് അധിക ഭാരം അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഘട്ടത്തിലാണ് ജനപ്രതിനിധികളായവർ, ജനങ്ങളെ സേവിക്കാൻ നിയോഗിക്കപ്പെട്ടവർ ഇപ്പോൾ ഇതാ ശമ്പളം കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എത്തിയിരിക്കുന്നത്. എന്ത് വിരോധാഭാസമാണ് ഈ ന്യായമെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ജനങ്ങൾ ആലോചിക്കൂ. സംസ്ഥാനത്ത് വരുമാനത്തിൻ്റെ മോശം ശേഖരണവും വിനിയോഗവും വർദ്ധിച്ചു വരുന്ന റവന്യൂ ചെലവ്, കംപ്ലയിൻസ് റിപ്പോർട്ടുകൾ, ഈ റിപ്പോർട്ടുകൾ ഫയൽ ചെയ്യുന്നതിലെ മെല്ലപ്പോക്ക്, മൂലധനത്തിലെ അപര്യാപ്തമായിട്ടുള്ള നിക്ഷേപം, എക്സിക്യൂട്ടീവുകളുടെ അമിതമായിട്ടുള്ള ചെലവ് വഴിയുള്ള മൊത്തത്തിലുള്ള കെടുകാര്യസ്ഥത എന്നിവയാണ് നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാകുന്ന ഘടകങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അതുതന്നെയാണ്. ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന് യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വവും ഇതിനകത്തില്ല എന്ന് കൂടി പറയട്ടെ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ് ഫിനാൻസ് എ സ്റ്റഡി ഓഫ് ബഡ്ജറ്റ് ഓഫ് 2023-2024 എന്ന റിപ്പോർട്ട് അനുസരിച്ച് 2016 മുതൽ 2024 വരെ സംസ്ഥാനത്തിൻ്റെ കുടിശ്ശിക ബാധ്യതകൾ എന്ന് പറയപ്പെടുന്നത് 1,62,271.50 കോടി രൂപയിൽ നിന്ന് ഉയരുകയാണ് ചെയ്തത്. RBIയുടെ റിപ്പോർട്ട് പ്രകാരം 2024 4,29,270.6 കോടി രൂപയായി അത് ഉയർന്നു എന്നുള്ളതാണ്. 2024-25 ബജറ്റ് എസ്റ്റിമേറ്റ് സൂചിപ്പിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ മൊത്തം റവന്യൂ വരവ് 1,38,655.16 കോടി രൂപയാണ്. മൊത്തം റവന്യൂ വരുമാനം. സംസ്ഥാന വിഹിതം എന്ന് പറയപ്പെടുന്നത് 84,883.51 കോടി രൂപയാണ് സംസ്ഥാന വിഹിതം എന്ന് പറയപ്പെടുന്നത്. സ്വന്തം ശേഖരണത്തിൽ നിന്ന് ഇത്രയും വലിയ വരുമാനം പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിൽ നികുതി പിരിവ് പ്രക്രിയകൾ ശക്തിപ്പെടുത്തുന്നതിലും മെച്ചപ്പെടുത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് സംസ്ഥാനത്തിന് നിർണായകമാകുന്ന ഒരു ഘട്ടമാണ്. കേരളം മൊത്തം 1,84,327.33 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. 1,66,501.21 കോടി രൂപ റവന്യൂ ചെലവുകൾക്കായിട്ട് മാത്രം നീക്കിവച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കണക്കുകൾ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ നിലവിലുള്ള ദൗർബല്യങ്ങൾ ഉയർത്തിക്കാട്ടുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയുകയും. കടമെടുക്കുന്നതിൽ കേന്ദ്രം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ് എന്ന് കേരള സർക്കാർ ആരോപിക്കുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 293 വിവരിച്ചിരിക്കുന്ന പ്രകാരം എല്ലാ സംസ്ഥാന സർക്കാരുകളുടെയും വാർഷിക വായ്പാ പരിധി നിശ്ചയിക്കുന്നതിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു സ്റ്റാൻഡേർഡ് സമീപനമാണ് പലപ്പോഴും അല്ലെങ്കിൽ കൃത്യമായി തുടർന്നു വരുന്നത്. രാഷ്ട്രീയ ഘടകങ്ങൾ പരിഗണിക്കാതെ ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള പരിധികൾ നിശ്ചയിക്കുന്നത് എന്നുള്ളതാണ്. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മാത്രമാണ് കണക്കിലെടുക്കുന്നത്. അപ്പോൾ നിലവിൽ മൊത്ത സംസ്ഥാന ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 3% അറ്റ വായ്പാ പരിധി നിശ്ചയിച്ചിരിക്കുന്നത് എന്നുകൂടി പറയട്ടെ. തൽഫലമായിട്ട് 2023-24 സാമ്പത്തിക വർഷത്തിൽ കേരളത്തിൻ്റെ സാധാരണ അറ്റാതായ കടമെടുക്കൽ പരിധി 32,442 കോടി രൂപയാണ്. നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് സംസ്ഥാനം ആത്മപരിശോധന നടത്തുകയും ബുദ്ധിമുട്ടുന്ന സമ്പദ് വ്യവസ്ഥയെ അതിനെ ഇങ്ങനെ പുനരുജ്ജീവിപ്പിക്കുവാൻ വേണ്ടി സിവിൽ സമൂഹത്തിൻ്റെ പിന്തുണയോടെ കൂട്ടായിട്ടുള്ള പ്രവർത്തനം നടത്തുകയും വേണം, അല്ലെങ്കിൽ തകർന്നു പോകും. ഇതാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. അപ്പോൾ ഇത് മറികടക്കാൻ നെട്ടോട്ടമോടേണ്ട സമയത്താണ് നമ്മുടെ മന്ത്രിമാരുടെ ശമ്പളം കൂട്ടുവാനുള്ള തന്ത്രപരമായിട്ടുള്ള മറുനീക്കം നടത്തുന്നത് സർക്കാർ, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഇടപെടലുകൾ എന്ന് പറയപ്പെടുന്നത്. സാമ്പത്തികമായിട്ട് ഞെരുങ്ങി നിൽക്കുമ്പോൾ മന്ത്രിമാരുടെ ശമ്പളം കൂട്ടണ്ടേ എന്ന് ചോദിച്ചാൽ നിങ്ങളും കൂട്ടിക്കോളൂ, സുഖലോലുപന്മാരായി ജീവിച്ചോളൂ എന്ന് പറയുന്നത് തെറ്റില്ല. പക്ഷേ ഖജനാവിൽ പൂച്ച പെറ്റി കിടക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്ന ധനമന്ത്രി വസിക്കുന്ന നമ്മുടെ കേരളത്തിൽ ഒന്നുമില്ലാത്ത ഖജനാവിനെ ചൂണ്ടിക്കാട്ടി വീണ്ടും ലക്ഷങ്ങൾ നിങ്ങൾക്ക് വേണമെന്ന് പറയപ്പെടുന്ന മന്ത്രിമാർ ശമ്പളം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഒന്നുകൂടി ചിന്തിക്കുക, നമ്മുടെ സമ്പദ് വ്യവസ്ഥ അത്രത്തോളം വളർന്നു എന്നുള്ളത്. നിങ്ങളിങ്ങനെ ജനങ്ങളെ പിഴിഞ്ഞു തിന്നാൻ വേണ്ടിയിട്ടാണോ ജനപ്രതിനിധികളായത് എന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട്. കാരണം ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ഈ സമ്പ്രദായമുണ്ടല്ലോ, ജനാധിപത്യം. ആ ജനാധിപത്യത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയപ്പെടുന്നത് ഈ മന്ത്രി പദവിയും ജനങ്ങളുടെ പ്രതിനിധിയായിട്ടുള്ള MLA പദവിയുമൊക്കെയാണ്. അതിന് ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നുമുണ്ട്. അത് ഏത് വിധത്തിലാണെങ്കിലും അതൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടും വീണ്ടും ശമ്പള വർധന ഉണ്ടാക്കണമെന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് സമരമാർഗം സ്വീകരിക്കുമോ ഈ മന്ത്രിമാർ എന്നാണ് ഇനി അറിയേണ്ടത്. എന്തായാലും
സ്വന്തം പേഴ്സണൽ സ്റ്റാഫുകളെക്കാൾ കുറവാണ് ശമ്പളം എന്നുള്ള ഈഗോ അത് മന്ത്രിമാർക്കുണ്ടായി തുടങ്ങിയപ്പോഴാണ് ഞങ്ങളുടെ ശമ്പളം, മന്ത്രിമാരുടെ ശമ്പളം ഈ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളത്തിനേക്കാൾ മുകളിലാകണമെന്നുള്ള ചിന്ത ഈ മന്ത്രിമാർക്കുണ്ടായത്. എന്തായാലും കൊള്ളാം. 3.5 ലക്ഷം മുതൽ 6 ലക്ഷം രൂപ വരെ വാങ്ങിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ആ സർക്കാർ ഉദ്യോഗസ്ഥരുടെ മുകളിലേക്കാണോ മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ശമ്പള വർധന ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള ഒരു ഭയം മാത്രമാണ് കേരളത്തിലുള്ളത്.